എവ്രിവൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഇന്ന് ചെറിയ മഴ ഉണ്ടായി. ആ ചെറിയ മഴയ്ക്ക് തന്നെ ടെറസിൽ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ടെറസിലൊന്ന് കയറി. കുറച്ച് പച്ചക്കറികളുണ്ടായിരുന്നു, അത് എടുക്കാനായിട്ടാണ് ഞങ്ങൾ കയറിയത്. കുറേ ദിവസമായി ടെറസിലൊക്കെ വന്നിട്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ ഉള്ളതുകൊണ്ട് ചെടികൾക്ക് കൂടുതലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ മോളാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും ടെറസിലൊക്കെ വരാറില്ല. അപ്പോൾ ഒരു വെള്ളരിക്ക കിട്ടി, നല്ല അടിപൊളി പഴുത്ത വെള്ളരിക്കയാണ്. അടുത്തതായിട്ട് ഒരു കത്തിരിക്ക, ഒന്നല്ല 2-3 ഉണ്ട്. ഈ ചെടിയിൽ ഒരു കത്തിരിക്കയാണ് ഉള്ളത്. ഇപ്പം നല്ല ക്ലൈമറ്റ് ആണല്ലോ, കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നത്. സമ്മർ സമയത്തൊക്കെ ഇങ്ങനെ ചെടികൾ ഇത്രയും ഫ്രഷായിട്ടുണ്ടാവില്ല. എത്ര വെള്ളം ഒഴിച്ചാലും വാടിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കത്തിരിക്ക എടുത്തതിന് ശേഷം എൻ്റെ ടെറസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ചെടികളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുവാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ, ഞാനും കണ്ടിട്ട് കുറേ ദിവസമായി. ഈ കാണുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഇതിൽ 1-2 കിഴങ്ങ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ആവും എടുക്കാനായിട്ട്. ബാക്കി ഇതെല്ലാം കത്തിരിക്കയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പയറുണ്ട്, പയർ ചെടി, വള്ളിപ്പയറിൻ്റെ ചെടിയുണ്ട്. പക്ഷേ അത് വിത്തിന് വേണ്ടി ഞാനൊന്ന് ഇട്ടിരിക്കുവാണ്. ഇതൊന്നേ ഉള്ളൂ, ഇതൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിത്തിന് വേണ്ടിയാണ് ഈ ഒരു പയർ ഞാൻ വിട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം കത്തിരിക്ക ചെടിയാണ്. എല്ലാം ഇപ്പം ഇളക്കി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് പണ്ടേ ഉള്ള ചെടി തന്നെയാണ്. ഇതിൽ കത്തിരിക്ക നല്ല കറുത്ത നിറത്തിലുള്ള കത്തിരിക്കയാണ്. ഇതിലിപ്പോൾ 2-3 ഉണ്ട്. വലുത് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ, ചെറുത് എടുക്കുന്നില്ല. അതിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പണ്ടൊക്കെ ദിവസം എന്തെങ്കിലും ഒരു പച്ചക്കറി വിളവെടുക്കാനുണ്ടാവും. ഒന്നും അല്ലെങ്കിലും പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് നോക്കുന്നില്ല. കാരണം ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഫ്രഷായിട്ടൊന്ന് ഇടണമെന്നുണ്ട്. അതിന് മുൻപ് ടെറസിൽ കുറച്ച് റിനോവേഷൻ പണികളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ചെടികളൊക്കെ വയ്ക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെടി വയ്ക്കാത്തത്. ഇത് നേരത്തെ ഉള്ള ചെടികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കിച്ചൺ വേസ്റ്റ് കൊണ്ടിടുമായിരുന്നു. അതിൽ നിന്ന് മുളച്ച് കിട്ടിയ 1-2 ചെടികളും ഉണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ഉള്ളത് മാത്രമാണ്. അപ്പോൾ പുതിയതായിട്ട് ചെടികളൊന്നും ഇട്ടിട്ടില്ല. ഇനി എല്ലാം റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്രഷായിട്ട് ഒന്ന് ഇടണം. കത്തിരിക്കയെല്ലാം എടുത്തു കഴിഞ്ഞു. 2 ഇനം കത്തിരിക്കയാണ്. ഒന്ന് നല്ല ഡാർക്ക് കളറും ഒന്ന് മറ്റേ സാധാ ഇനമാണ്. അപ്പോൾ 4 ഉണ്ട്. ഒരു കത്തിരിക്ക പാൽക്കറി ഉണ്ടാക്കാൻ അത്രയുള്ള കത്തിരിക്ക കിട്ടി. അപ്പോൾ ഇത് മണത്തക്കാളിയാണ്, വയറ്റിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാം, നമ്മൾ വെറുതെ ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതിൽ പഴങ്ങളൊക്കെ ചെറിയ പഴങ്ങളുണ്ട്. ഞാനിത് ഓരോന്നായിട്ട് എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ വായിലിടുവാണ്. അപ്പോൾ കൂടുതലും ഞാനിത് കഴിക്കാറുണ്ട്. ടെറസിൽ വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ കഴിക്കും. ഞാൻ മാത്രമല്ല, പിള്ളേരും എടുത്ത് കഴിക്കും. ഇത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഇത് കുറേ ദിവസമായി ഇത് എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് മണ്ണിൽ പിടിച്ചിരിക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മഴയും ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് താഴേക്ക് പോവാം. അങ്ങനെ എടുത്തു. ഇപ്പം ഒരുപാട് മണ്ണുണ്ട്, ഇതൊന്ന് കഴുകി എടുക്കണം നമുക്ക്. അപ്പോൾ കൊച്ചുള്ളി കുറച്ചൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇലകൾ യൂസ് ചെയ്യാറുണ്ട്. സ്പ്രിംഗ് ഓനിയൻ നൂഡിൽസിലൊക്കെ ഇടാറുണ്ട്. അതുപോലെ സൂപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലിടാറുണ്ട്. അപ്പോൾ മഴ നന്നായിട്ട് തുടങ്ങി. അതിനു മുമ്പ് നമുക്ക് ഇനി കരിവേപ്പില കൂടി കുറച്ചെടുക്കാനുണ്ട്. അതും കൂടി എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് പോവാം. താഴേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് നോക്കിയത്, 1-2 പൂക്കളുണ്ട്. മുല്ലപ്പൂവും പിച്ചിപ്പൂവൊക്കെ ഉണ്ട്. ഒരുപാടല്ല, 5-6 ഉണ്ട്. പക്ഷേ നല്ല മണമാണ്. ഇവിടെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പം ഞാനിതെല്ലാം എടുക്കുന്നുണ്ട്. നമുക്ക് പ്രെയർ ഏരിയയിൽ വെക്കാമല്ലോ. അതുകൊണ്ട് അപ്പം വീട്ടിനകത്തൊരു മണം ഉണ്ടാവും ആ മുറിയിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമ്പോഴൊക്കെ പൂത്ത് കിടക്കുന്ന പൂക്കളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ പ്രെയർ ഏരിയയിൽ വെക്കാറുണ്ട്. അത്രയ്ക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ തലയിൽ വെക്കാനുള്ള പൂവൊക്കെ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഒരു കണ്ടെയ്നറിൽ മാത്രമേ ചെടിയുള്ളൂ.
ഒരു കണ്ടെയ്നറിൽ പിച്ചിപ്പൂവും മറ്റൊരു കണ്ടെയ്നറിൽ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ 2 ഇനം മുല്ലപ്പൂ ഒരു ചെടിയിലാണ്. അത് വാങ്ങിക്കുമ്പോഴേ അങ്ങനെ കിട്ടി. ഒന്ന് നല്ല ഗുണ്ടുമല്ലി, നല്ല 4-5 അടുക്കുള്ളതും, ഒന്ന് ഒറ്റ അടുക്കുള്ള മല്ലിപ്പൂവാണ്. അങ്ങനെ ഞങ്ങൾ ടെറസിൽ നിന്ന് താഴേക്ക് വന്നു. ഇനി എല്ലാം കൂടി എടുത്ത് ഒന്ന് വയ്ക്കണം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയുടെ ഇലകളൊക്കെ, അതായത് സ്പ്രിംഗ് ഓനിയൻ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ്. കാരണം ഞാൻ നാളെയാണ് ഇനി ഇത് പാചകം ചെയ്യും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അത് വാടിപ്പോവും. അതുകൊണ്ട് ആ ഇല മാത്രം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ കാലത്ത് എടുത്താൽ പോരെയെന്ന്. അപ്പം മഴയായതുകൊണ്ട് കാലത്ത് മഴയായ ടെറസിൽ പോകാൻ മടിയാവും. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരമായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഇപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ എടുക്കാറുണ്ട്. പുറത്തിപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൈകുന്നേരം നൈറ്റ് കുക്കിംഗ് ഒന്നുമില്ല. ഇന്ന് എല്ലാവർക്കും ചോറാണ്, അതുകൊണ്ട് കുക്കിംഗ് ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈകുന്നേരം കുക്കിംഗ് ഇല്ലയെന്ന്. അപ്പോൾ കുക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു പണികൾ 1-2 കൂടി ചെയ്യാനുണ്ട്. ഹാൻഡ് വാഷ് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ ബോട്ടിൽസിലും ഹാൻഡ് വാഷ് തീർന്നിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് ഫില്ല് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മറന്നുപോയി. അപ്പോൾ ഇന്ന് എല്ലാ ബോട്ടിൽസും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പകുതി ബോട്ടിൽ ഫില്ല് ചെയ്യാറുള്ളൂ, ബാക്കി വെള്ളം കൂടി ചേർത്ത് വയ്ക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി എല്ലാ ബോട്ടിൽസിലും ഒന്ന് ഫില്ല് ചെയ്യാം. എല്ലാ ബോട്ടിൽസും അങ്ങനെ ഫില്ല് ചെയ്തു. കൈയോടെ തന്നെ അതിൻ്റെ സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കാം. പുറത്തിപ്പോഴും നല്ല മഴയാണ്. ഞാൻ ജനലിൽ കൂടി നോക്കിയപ്പം ഇപ്പോഴും ഭയങ്കര സൗണ്ടാണ്, നല്ല മഴ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പുട്ടാണ് ഇന്ന്. അപ്പോൾ മക്കൾക്ക് കോളേജുകാർക്ക് 2 പേർക്കും ലീവാണ്, മോന് മാത്രമാണ് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ അവൻ പോകുന്നതിന് മുൻപ് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി. പഴം മാത്രമാണ് ഇന്ന്, പുട്ടിന് പഴം മാത്രമാണ്, പയറൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഉച്ചയ്ക്കുള്ള പണിയും ഞാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇത് സ്പ്രിംഗ് ഓനിയനൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ചെറിയ ഉള്ളി മാത്രമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വെള്ളരിക്ക കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വെള്ളരിക്കയ്ക്ക് ചെറിയ ഉള്ളിയും വേണം, വെള്ളരിക്ക വേണം, അതുപോലെ തക്കാളിയും കുറച്ച് പച്ചമുളകും ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ വെള്ളരിക്ക മൊത്തം ഒന്ന് കറി വയ്ക്കാനാണ് പോകുന്നത്. വെള്ളരിക്ക കറി നല്ല രസമാണ്, നല്ല രുചിയുള്ള ഒരു കറിയാണ്. നമ്മൾ തക്കാളി കറി പോലെ തന്നെ ഇരിക്കും, അല്പം വെള്ളരിക്കയുടെ ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ തൊലി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുവാണ്. അതുപോലെ ചെറിയ ഉള്ളിയും തൊലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ തണ്ടോട് കൂടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് കളവെട്ടി മാറ്റിയിട്ടില്ല, കാരണം അത് സ്പ്രിംഗ് ഓനിയൻ പോലെ തന്നെയല്ലോ, അതുകൊണ്ട് അതൊന്നും കളഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്തു. വെള്ളരിക്ക, തക്കാളി, ചെറിയ ഉള്ളി, പിന്നെ 4 പച്ചമുളക്. ഇനി ഇത് മുങ്ങി കിടക്കുന്ന അത്രയ്ക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇത് നല്ലോണം വെന്ത് ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിതിലൊരു മസാല റെഡിയാക്കി കറിയാക്കാം. പിന്നെ നമ്മൾ കടുക് വറുത്ത് ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അടപ്പിട്ട് നമുക്കിത് വേവുന്നത് വരെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ വെള്ളരിക്ക കുറച്ച് വെന്തിട്ടുണ്ട്, പക്ഷേ നല്ലോണം ഉടഞ്ഞ് കിട്ടുന്ന അത്രയ്ക്ക് വെന്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരണ്ടി കൊണ്ട് തന്നെ ഉടച്ചെടുക്കുവാണ്. തക്കാളിയും കൂടി മിക്സാക്കിയിട്ട് നല്ലോണം നമുക്കിത് ഉടച്ചെടുത്താൽ മതി. ഉടഞ്ഞ് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ഉടച്ചതിന് ശേഷം കുറച്ചുകൂടി വേവിച്ചിട്ട് ഇനി ഇതിനുള്ള മസാല ഒന്ന് റെഡിയാക്കണം. കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ജീരകം,
ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി നമുക്ക് അരച്ചിട്ട് ഇതിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. മറ്റൊരടുപ്പത്ത് ഞാൻ മീൻ കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചൂര മീനാണ്. ഇന്ന് ഇച്ചിരി നേരത്തെ മീൻ കിട്ടി. അപ്പോൾ മീൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഉപ്പ് പുളി എല്ലാം ഞാനൊന്ന് നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെള്ളരിക്ക നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലൊന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഇത് തിളപ്പിക്കാൻ പാടില്ല. തിളച്ചു പോയാൽ നല്ല തിരഞ്ഞതുപോലെ ആയിപ്പോവും. അപ്പോൾ തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ നമുക്കിതൊന്ന് ഓഫാക്കി കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് ചൂടാക്കി അത് ഒന്ന് തിളയ്ക്കുമ്പം നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കറി റെഡിയായി. ഇനി നമുക്ക് കടുക് താളിക്കണം. കുറച്ച് വെളിച്ചെണ്ണ, അതിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വാടിയതിന് ശേഷം കുറച്ച് കരിവേപ്പില. ഈ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് നമുക്ക് കരിവേപ്പില ചേർക്കുക. അപ്പോഴാണ് നല്ലൊരു മണം ഉണ്ടാവും. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കറിയിലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളരിക്ക കറി അടിപൊളിയായിട്ട് റെഡിയായി. ഞാൻ സ്വിച്ച് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയും ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പച്ചക്കറികളൊന്നും വച്ചിട്ടില്ല. മീൻ കറിയും വെള്ളരിക്ക കറിയും മാത്രമാണ് വച്ചിട്ടുള്ളത്. ചോറ് കാലത്തെ തന്നെ വെച്ചു. അങ്ങനെ ലഞ്ചിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല, പക്ഷേ ചെറിയ മഴക്കോളുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ മഴ ചിലപ്പം പെയ്തേക്കാം. അങ്ങനെ വൈകുന്നേരം ആയപ്പം ഒരു ചായയുമായിട്ട് ബെഡിലിരുന്ന് മക്കളോട് കാര്യവും പറഞ്ഞ് കളിയും പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങനെ സമയം പോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.